കൊല്ലം പത്തനാപുരം പട്ടാഴിയിൽ നിന്നുള്ള ക്രിസ്മസ് കാലത്തെ ഒരു മനോഹര കൂടിച്ചേരലിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ക്ഷേത്രമുറ്റത്തെത്തിയ കരോൾ സംഘത്തിന് പാൽപ്പായസം നൽകി പൂജാരി സ്വീകരിച്ചപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾക്ക് കേക്ക് നൽകിയ ക്രിസ്ത്യൻ പുരോഹിതനും സ്നേഹം പങ്കുവച്ചു. സ്നേഹ സാഹോദര്യത്തിന്റെ അവർണ്ണനീയമായ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. മണ്ണിലും വിണ്ണിലും മന്ദഹാസം നിറയും മധുര മനോഹര രാത്രി. ക്രിസ്തുമസ് കരോൾ ഗാനത്തിലെ വരികൾ അർത്ഥവത്താകുന്നതായിരുന്നു പട്ടാഴിയിൽ നിന്നുള്ള ഈ കാഴ്ചകൾ. കുന്നിട സെന്റ് തോമസ് മർത്തോമ പള്ളിയിൽ നിന്നുള്ള കരോൾ സംഘത്തിന് ചെറുകോണത്തുകാവ് ശ്രീ രാജരാജേശ്വരി ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയത് വലിയ സ്വീകരണം. കരോൾ സംഘത്തിന് നേതൃത്വം നൽകിയ വൈദികൻ ഫാദർ ബിനു ജോണിനെ ക്ഷേത്രം ഭാരവാഹി കണ്ണൻ ശ്രീരാഗം പൊന്നാടണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി ആരോമൽ ശർമ്മ ഫാദർ ബിനു ജോണിന് പാൽപ്പായസം നൽകി സ്നേഹം പങ്കുവച്ചു. സ്നേഹമാധുര്യം നുകർന്ന കരോൾ സംഘാംഗങ്ങളും ക്ഷേത്രത്തിൽ എത്തിയ മുഴുവൻ പേരും പായസം കഴിച്ചിട്ടേ പോവാം. ആരും പായസം കഴിക്കാതെ പോകരുത്, എല്ലാവരും പായസം കഴിച്ചിട്ടേ പോവാം. മതസൗഹാർദ്ദത്തിന്റെ ഹൃദ്യമായ അനുഭവമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഫാദർ ബിനു ജോൺ പറയുന്നു. ഇത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ വലിയൊരു ഉത്സവം കൂടെയാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ കടന്നു വരുവാനും ഇവിടെ ക്രിസ്മസ് കരോൾ പാടുവാനും ലഭിക്കുന്ന അനുഭവം ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു ഹൃദ്യമായ അനുഭവമാണ്. ക്ഷേത്രം ഭാരവാഹികളുടെ വാക്കുകളിലും സന്തോഷം മാത്രം. ക്ഷേത്രത്തിലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി ഇത്രയും നല്ലൊരു കരോൾ സംഘടിപ്പിച്ച സെൻറ് തോമസ് മർത്തോമ ചർച്ച് ഭാരവാഹികൾക്കും ചർച്ചിലെ പുരോഹിതനും ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും നാട്ടുകാർക്കും എല്ലാം ദേവീക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ക്ഷേത്രം ഭാരവാഹികൾക്ക് കരോൾ സംഘം കേക്കും വിതരണം ചെയ്തു. സ്നേഹം, സാഹോദര്യം, ഐക്യം ഇങ്ങനെയെല്ലാം ഒത്തുചേർന്നപ്പോൾ അത് ഭൂമിയിലെ സന്മനസ്സുള്ളവർക്കിടയിലെ ഏറ്റവും മനോഹര നിമിഷങ്ങളായി മാറി. ജനം, കൊല്ലം.